അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 വിധത്തിലുള്ള ഗ്യാരണ്ടികൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയത്തിൽ വരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിനുള്ള വരുമാനം കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് വണ്ടികളിലാണെങ്കിൽ പോലും 70% യാത്രക്കാരും സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്ന പ്രൈവറ്റ് ബസ്സിലേക്ക് ആളില്ലാണ്ട അവസ്ഥ വരും. ഈ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകുന്നത്. വാഗ്ദാനങ്ങൾ പറയുമ്പോൾ നോക്കിയും കണ്ടും പറയുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള. ഇപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇവർ വാഗ്ദാനം പറഞ്ഞല്ല, കേരളം മൊത്തം കേട്ടതാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്വകാര്യ ബസ്സുകൾക്ക് എന്താണ് അത് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ല? തീർച്ചയായിട്ടും ഈ KSRTCയിൽ സ്ത്രീകളെ ഈ സൗജന്യമായി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ കയറാൻ ആൾക്കാരുണ്ടാവും. ഈ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് വണ്ടികളിൽ കയറുന്നത്. വീട്ടുജോലിക്കും സാധാരണ ഡേ ലൈഫ് ഇതിന് പോകുന്ന ആൾക്കാരാണ്. വീട്ടുജോലി അങ്ങനെയുള്ള ആൾക്കാർ ഇതിന് പോണത്. ആണുങ്ങൾ കുറവാണ്. ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്വകാര്യ ബസ് മേഖല സ്തംഭിച്ചു പോകാൻ സാധ്യത തീർച്ചയായിട്ടും സ്തംഭിച്ചു പോകും. ഇപ്പം ഞങ്ങളെ പോലുള്ളവർക്കും അത് ശരിക്കും ബാധിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനോട് അനുകൂലമായൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് ഞാൻ പറയണില്ല. ഇത് ഇവർക്ക് ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ UDF ഗവൺമെന്റിന് ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണോ അതോ തെറ്റായ തീരുമാനമായിരുന്നു ചേട്ടനതായിട്ട്? അല്ല, തെറ്റായ തീരുമാനമല്ല, ഇലക്ഷനല്ലേ, അവർക്ക് പല വാഗ്ദാനങ്ങളും ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവരുടെ കഞ്ഞൂടി മുട്ടിച്ചിട്ടല്ലല്ലോ വാഗ്ദാനം. ഇത് എന്നാലും ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിനുള്ള വരുമാനം കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കൊച്ച് ഇതല്ലേ, അതിനുള്ള വരുമാനം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബസ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു 80% സഞ്ചരിക്കുന്ന സ്ത്രീകളായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ നമുക്ക് ബാധിക്കും. തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖല നിന്നു പോവും. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് 80% സ്ത്രീകൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ആണുങ്ങൾ വളരെ ചുരുക്കമാണ്. ആണുങ്ങളൊക്കെ അന്ന് 2 വീലർ അങ്ങനെയുള്ള ഇതും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇത് ശരിയായൊരു തീരുമാനമാണെന്ന് തോന്നണില്ല. നിങ്ങളെ വരുമാനം എന്താണ് കുറയാനും? തീർച്ചയായിട്ടും ഇപ്പം വണ്ടിക്ക് വരുമാനം ഉണ്ടായാലേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അല്ല, അപ്പോൾ ഇത് കാണുന്നുണ്ട് ഗവൺമെന്റിന്റെ അധികാരികൾ, ഇത് കാണുന്നുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ പറയുമ്പോൾ നോക്കിയും കണ്ടും പറയുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, പിന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനും ശ്രമിക്കുക. എൻ്റെ പേര് സജീഷ്. UDF ഗവൺമെന്റിൽ അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തുള്ളത് സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് ബാധിക്കുന്നതാണ് ചേട്ടൻ വരുന്നത്? സാമ്പത്തികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് വ്യവസായം തകർക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് അവർ കൊണ്ടുവന്നാക്കുന്നത്. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കൂടുതൽ വണ്ടികളും മിനിമം ബാലൻസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ഡീസലിന് വില വർദ്ധിക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഉടമകൾ ഓണേഴ്സ് അവർ ഈ വണ്ടികൾ G-ഫോമിൽ ഇട്ടിട്ട് കയറ്റിയിടേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ KSRTC തന്നെയല്ല, പ്രൈവറ്റ് വണ്ടികളിലാണെങ്കിൽ പോലും 70% യാത്രക്കാരും സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്ന പ്രൈവറ്റ് ബസ്സിലേക്ക് ആളില്ലാണ്ട അവസ്ഥ വരും. ഈ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകുന്നത്. നഷ്ടത്തിലേക്ക് പോകുമ്പോൾ വണ്ടികൾ സ്വാഭാവികം തീരുമാനം അവർ G-ഫോമിൽ വണ്ടി കയറ്റിയിടും. ചെറിയ ടാക്സ് എടുക്കാൻ നിർത്തിയില്ല. ആ ഒരു ഇതിനകത്തേക്ക് വരും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. സർക്കാരിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇനത്തിലും ക്ഷേമനിധി ഇനത്തിലും നല്ലൊരു വരുമാനം സർക്കാരിലേക്കുള്ളതാണ്. അത് ഇതോടുകൂടി ഇല്ലാണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഓടി ബാലൻസ് ഉണ്ടെങ്കിലല്ലേ ഓണേഴ്സ് ക്ഷേമനിധിയും ഇതൊക്കെ അടയ്ക്കുള്ളൂ. കൂട്ടത്തിൽ ഇൻഷുറൻസും തന്നെ ഉണ്ട്. ഇതെല്ലാം അടക്കണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ ഓടി ലാഭത്തിലായാലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70% സ്ത്രീകളാണ് എല്ലാ വണ്ടികളിലും. KSRTCയിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും യാത്ര ചെയ്യുന്നത് 70% സ്ത്രീകളാണ്. അപ്പോൾ അവർ KSRTCയിലേക്ക് പോകുന്ന വർഷം പ്രൈവറ്റിലേക്ക് ആളില്ലാണ്ടാവുകയും ഈ പ്രസ്ഥാനം നശിപ്പിച്ചുള്ള രീതിയിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു തെറ്റായ UDFന്റെ തീരുമാനമാണെന്ന് ചേട്ടൻ വിചാരിക്കുന്നു? ആ ഒരു തെറ്റായ സമീപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രായോഗികമായിട്ട് നടക്കാൻ സാധ്യതയില്ല. ഇത് ഭാവിയിലേക്ക് ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഴുവനായിട്ട് സ്ത്രീകൾക്കുള്ളത് ചിലപ്പോൾ ഇനി വല്ല സീനിയർ സിറ്റിസൺ, അതായത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കുള്ള രീതിയിൽ കൊടുക്കാനുള്ള സംവിധാനമായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്.
ഇപ്പൊ സ്വകാര്യ ജീവനക്കാരെന്ന നിലയിൽ ഇത് നടക്കരുതെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ തൊഴിൽ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ലക്ഷം തൊഴിലാളികളാണ് ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ ഈ വ്യവസായത്തിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വർഷം ഈ ബസ്സുകൾ കയറ്റിയിടുന്ന വർഷം നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബവും പട്ടിണിയാകും. അങ്ങനെ അപ്പം അവർക്ക് എന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ജോലി കണ്ടെത്താനായിട്ട് അവർ പറ്റില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഈ രീതിയിലുള്ള യാതൊരു ഭാവിയെ കുറിച്ച് യാതൊരു കാഴ്ചകളും ഇല്ലാതെ വീക്ഷണവും ഇല്ലാതെ UDF ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ UDF ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നൊരു നിശ്ചയിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 വിധത്തിലുള്ള ഗ്യാരണ്ടികൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ UDF ഗവൺമെന്റ് മുഖ്യമന്ത്രി ആരായിരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? ചേട്ടൻ പറവൂർ മണ്ഡലമാണോ? അല്ല, ഞാൻ ഞാറക്കല വൈപ്പിൻ മണ്ഡലം. എൻ്റെ വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 3 പേര് തമ്മിൽ തല്ലാണ്. അപ്പൊ എനിക്ക് ആര് വന്നാലും കുഴപ്പമൊന്നുമില്ല. സപ്പോസ് VD സതീശൻ മുഖ്യമന്ത്രി VD സതീശൻ നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് VD സതീശൻ ഒന്നാണ് എനിക്ക് പൊതുവെ ഇവരിൽ 3ലും VD സതീശൻ ഒന്നാണ്. തമ്മിൽ ഭേദം തൊമ്മെന്ന രീതിയിൽ കൊള്ളാവുന്നത് പുള്ളി മാത്രമാണ്. അതെ. ചിലയിടങ്ങളിൽ പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നമ്മൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും അതായത് കോൺഗ്രസിനെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സതീശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനെ വളരാൻ വേണ്ടി കഷ്ടപ്പെട്ടുള്ള VD സതീശൻ പറവൂര് വളരാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. അങ്ങനെ അഭിപ്രായം ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറവൂര് വികസനങ്ങൾ ഇപ്പൊ കോടതി വളപ്പിലാണെങ്കിലും മറ്റുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡിന് മുന്നിലാണെങ്കിലും ഈ റോഡുകളൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതൊന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇവിടെ ഇല്ല. പബ്ലിക് ടോയ്ലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിവിടെ ഉള്ളത് നമുക്ക് ഇവിടെ ഉള്ളത് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല ഇവിടെ. പറവൂര് പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. 25 വർഷമായിട്ട് VD സതീശൻ അത് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും പരാതിയും പറഞ്ഞിട്ടില്ല. അതിനൊരു മാർഗം ഉണ്ടാക്കിയിട്ടില്ല. മന്ത്രിയായിട്ട് പുള്ളിക്ക് പരിചയമല്ല. പുള്ളി MLA ആണ് 25 വർഷം, 5 വർഷം പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രി ആക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ നിലവിൽ VD സതീശനെ? സീനിയർ നേതാക്കന്മാർ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അവർ സീനിയർ നേതാക്കന്മാർക്കല്ലേ ഇത് കൊടുക്കുള്ളൂ, പ്രാമുഖ്യം കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ചെന്നിത്തല അല്ലെങ്കിൽ മറ്റേ PC വേണുഗോപാൽ അങ്ങനെ ആരെങ്കിലും ഒന്നായിരിക്കുള്ളൂ ആഗ്രഹം. അല്ല, പിണറായിയെ വെല്ലുന്ന നേതാവായിട്ട് മാറുമോ VD സതീശൻ മുഖ്യമന്ത്രി കസേര ഇരിക്കുകയാണെങ്കിൽ? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്താ അത്രയും സാധ്യതയില്ല? ഇല്ല, നമുക്ക് അങ്ങനെ 2 നേതാക്കളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റൂല. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, മറ്റുള്ള ജനങ്ങൾ മറ്റുള്ള ആൾക്കാരാണ്. എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യുന്നു. അത് നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ജീവനക്കാർക്ക് എത്രത്തോളം ബാധിക്കും? സാമ്പത്തികമായിട്ട് ഇത് സംബന്ധിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പൊ തന്നെ യാത്രക്കാര് നിലവിൽ വണ്ടികളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ ചുരുക്കത്തിൽ യാത്ര ചെയ്യുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ല. ഇതിലിപ്പോൾ നമുക്ക് വേറെ പറയാൻ വേറെ ഒന്നുമില്ല. ഒരു 80% സ്ത്രീകളായിരിക്കും പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പൊ അവരത് മാറി KSRTC മാറിക്കഴിയുമ്പോൾ അത് നമ്മുടെ കളക്ഷനും ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. അതേപോലെ തന്നെ ടെസ്റ്റ് ഒക്കെ വർഷം നടത്തേണ്ടതാണ്. അപ്പൊ അതിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ട് എന്താ പറയാ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ലേ, നമുക്കിപ്പോ വേറെ അധികം പറയാനില്ല. ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. പക്ഷെ ഒരു തെറ്റായ ഒരാൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ മറുവശത്ത് 2-3 ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ അവരെ ഗവൺമെന്റ് ചിന്തിക്കേണ്ട കാര്യമല്ലേ. അത് ഗവൺമെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലെങ്കിൽ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാനായിട്ട് നമ്മ എന്ത് പറഞ്ഞാൽ ലാസ്റ്റ് ട്രോളാവും. അല്ല ലാസ്റ്റ് ഞാൻ നാളെ ട്രോളി തിളങ്ങിക്കേണ്ടി വരും. അല്ല, ട്രോളിന് സീരിയസ് ആയിട്ട് ശരിയാണ്. അത് ഗവൺമെന്റ് തീരുമാനം നമുക്കൊന്നും മറുത്ത് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. എന്തെന്ന് പറയാനും നമ്മൾ പറഞ്ഞാൽ അവർ മാറ്റി തിരുത്തി ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ചേട്ടൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ആളാണ്. അത് സാധാരണ ഇങ്ങനെ വരുമാന മാർഗം ചേട്ടൻ്റെ ഈ സ്വകാര്യ ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെന്റിനോട് അല്ലാണ്ട് വേറെ ആരോടത് പറയേണ്ടത്? ചേട്ടന് ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്, നികുതി അടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടന് പറയാനുള്ള പൂർണ്ണ അവകാശം ചേട്ടനുണ്ട്. ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ചെറിയ യാത്ര ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ കുറെ പേര് ഇപ്പൊ വണ്ടികളിൽ പരമാവധി കളക്ഷൻ കുറവാണ്. പ്രൈവറ്റ് ബസ്സിൽ പരമാവധി കളക്ഷൻ കുറവാണ്.
ഇപ്പം ഈ കൂടുതൽ ഇപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അങ്ങടെ പോകുള്ളൂ. അപ്പോഴും നമ്മുടെ വരുമാനം നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും നഷ്ടം തന്നെയാണത്. ചോദ്യം എന്ന് പറഞ്ഞല്ലേ, ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ എല്ലാവർക്കും വാഗ്ദാനം കൊടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ സ്വകാര്യ ജീവനക്കാരാണ്. അപ്പം നിങ്ങളെ ഇത് സാമ്പത്തികമായിട്ട് എങ്ങനെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? ചോദ്യം മനസ്സിലായില്ല. അതായത് KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ കേരളത്തിലെ 70% സ്ത്രീകൾ സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സൗജന്യമാക്കി സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം കൊടുക്കുമ്പോൾ അത് നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ജീവനക്കാരെ എത്രത്തോളം സാമ്പത്തികമായിട്ട് ബാധിക്കുന്നതാണ് തോന്നുന്നത്, അതാണ് പറഞ്ഞത്. നിങ്ങൾ അപ്പോൾ സ്വകാര്യ ബസ്സിൽ സ്ത്രീകളുടെ യാത്ര കാരണം സൗജന്യമായി കൊണ്ടുപോകുമ്പോൾ പിന്നെ കാശ് കൊടുത്ത് ആരും പോകാൻ നിൽക്കില്ലല്ലോ. ഇത് ഇപ്പോൾ സൗജന്യമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുപോകണം നല്ല കാര്യമാണ്. എന്തത് പൊതുവെ എൻ്റെ ബസ്സിലെ ഫീൽഡ് ഒഴിച്ചിട്ട് എൻ്റെ ജോലിയുടെ ഫീൽഡ് ഒഴിച്ച് മറ്റൊന്ന് പറയണമെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ സൗജന്യമായി യാത്ര ചെയ്യാന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഫീൽഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മോശമാണ്. കാരണം എൻ്റെ ബസ്സിൽ കയറുന്ന ആൾക്കാർ അടുത്ത KSRTC വരുമ്പോൾ അതിൽ കയറി പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ ഇത് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കർണാടകയിലൊക്കെ വെച്ചാൽ കൂടുതലും KSRTC ബസ്സുകളാണ് അവിടുത്തെ ഗവൺമെൻറ് വണ്ടികളാണ്. പ്രൈവറ്റ് വണ്ടികൾ കുറവാണ്. തമിഴ്നാട്, കർണാടക, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പ്രൈവറ്റ് വണ്ടികൾ കുറവാണ്. അവിടെ ഉള്ളത് കൂടുതലും ഗവൺമെൻറ് വണ്ടികളാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ചെല്ലിൽ മുക്കാൽ ഭാഗം പ്രൈവറ്റ് വണ്ടികളാണ് കേരളത്തിലുള്ളത്. KSRTC കുറവാണ്. അപ്പോൾ അത് നമുക്ക് ബാധിക്കും. നിങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലല്ലെങ്കിലും സാമ്പത്തികമായിട്ട് ബാധിക്കും നമുക്ക്. ഇതിനെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഇത് ശരിക്കും പ്രായോഗികമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് കാലാകാലം നടക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ചേട്ടൻ ചിന്തിക്കുകയാണെങ്കിൽ? എൻ്റെ ഇതിൽ മുന്നോട്ട് അധികം നാൾ പോകില്ല ഈ നിലയ്ക്ക് നീതി. കാരണം KSRTC തന്നെ നഷ്ടത്തിലാണ് ഓടുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ UDF ഗവൺമെൻറ്റിന് ഭാവിയെക്കുറിച്ചുള്ള യാതൊരു വീക്ഷണവും ഇല്ലാണ്ടാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുക. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ ആകെ 2 വരുമാനമാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ലോട്ടറിയും ഒന്ന് മദ്യവും. വേറെ വ്യവസായങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. വ്യവസായങ്ങളുണ്ടെങ്കിലോ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമില്ല. പിന്നെ കിട്ടുന്നത് നമ്മൾ ഈ കെട്ടിട നികുതികളാണ് ഉള്ളത്. അല്ല, ഇപ്പോൾ ഡീസലിനും പെട്രോളിനും ഒക്കെ വിലക്കയറ്റം ഉണ്ടാവാൻ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാരണം പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിക്കുന്നത് ഒരു 80% സ്ത്രീകളായിരിക്കും. അപ്പോൾ പലരുടെയും ഒരു ജോലി നഷ്ടപ്പെടുക വരെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ജോലി നഷ്ടപ്പെടുന്ന എനിക്കറിയാൻ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ട് ഇത് വരും. കാരണം വർഷം ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ചിലവുകളുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അതിൻ്റേതായ രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലക്കയറ്റം, അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ആളുകൾ കയറില്ലാതെ വരികയും ചെയ്യുമ്പോൾ അത് ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. പ്രൈവറ്റ് വണ്ടി എല്ലാത്തിനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയുള്ളത്? UDF ഗവൺമെന്റിനോട് അവരോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തത് നല്ല കാര്യമാണ്. കാരണം എൻ്റെ തൊഴിൽ ഫീൽഡ് ഒഴിച്ചിട്ട് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് സൗജന്യം യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിലെത്തുന്നതിന് മുന്നേ അവർ വാഗ്ദാനം കൊടുത്തില്ല പറഞ്ഞാൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെപ്പോലെയുള്ള സാധാരണ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് ബാധിക്കുന്നു ചേട്ടൻ കരുതുന്നത്? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ എങ്ങനെ സ്വീകരിക്കുന്ന വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡീസലിൻ്റെ വിലയും ഈ വണ്ടിയുടെ സിറ്റുവേഷനും വെച്ചിട്ട് ഒന്നും ഇപ്പം തന്നെ കിട്ടില്ല. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഉണ്ടാവില്ല, അവർക്കൊന്നും ഉണ്ടാവില്ല. ഒന്നും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കെട്ടിപ്പൂട്ടാനുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് പോകുന്നത്. അല്ല, ഇപ്പോൾ സ്ത്രീകൾ 70% സ്ത്രീകളും സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. സിറ്റുവേഷനിൽ 90% സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൗജന്യ യാത്ര ഇവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെല്ലാം കൺവേർട്ടായിട്ട് KSRTCയിലേക്ക് മാറും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടിവ് നിങ്ങൾക്ക് സംഭവിക്കില്ലേ? സംഭവിക്കും. ഇതിപ്പോൾ ഇത് വണ്ടി കൊണ്ട് കിടക്കുന്ന മുതലാളിമാർ പയ്യെ ഒതുക്കി ഈ പ്രസ്ഥാനം ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ പറഞ്ഞ KSRTCക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാവും. ഇത്രയും വരുമാനം, ഇത്രയും കോടി രൂപ കടത്തിൽ നിൽക്കുന്ന KSRTC ഇത്രയും പൈസ മുടക്കി പുതിയ വണ്ടികൾ എടുത്തിട്ട് ഫ്രീ ആയിട്ട് സ്ത്രീകളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വരുമാനം ഉണ്ടാവും?
ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ബസ്സിൽ പോകുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് ഫ്രീ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ വരുമാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പിന്നെ ഗവൺമെന്റ് കടത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പയ്യ അവരായിട്ട് അത് തന്നെ നിർത്തേണ്ട അവസ്ഥ വരും. അപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്കും KSRTC ബസ് ഉടമകൾക്കും രണ്ട് രീതിയിലും സാമ്പത്തികമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിക്ക്. നിങ്ങൾ ഏതൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കിയോ, ഏതൊരു വണ്ടിയിലും കൂടുതൽ സ്ത്രീകളായിക്കോളൂ വണ്ടിയിരിക്കുന്നത്. ആ സ്ത്രീകൾക്ക് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ യാത്രക്കാർ വേണ്ടേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം UDF ഗവൺമെൻറ് എടുക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് യാതൊരു വീക്ഷണവും കൂടാതെയാണോ? അതായത് ഇങ്ങനെ ഒരു എന്താണ് സംഭവം വരുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ലേ, അല്ലെങ്കിൽ ഈ രീതിയിൽ ബാധിക്കാൻ വന്നിട്ട് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയില്ലേ എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും ചേട്ടന് തോന്നുന്നുണ്ടോ? അവർ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്, അതിൻ്റെതായ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു പോയി. പക്ഷെ ഇത് നടപ്പിലാക്കാനായിട്ട് നടപടിയാവുന്ന ദിവസമാണ്. ആവില്ല, പെട്ടെന്നൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഇപ്പം KSRTCയുടെ മെഷീറ്റിൽ സ്ത്രീകളുടെയും പുരുഷന്മാരും ലിംഗം ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ബില്ലിൽ. ആ സംഭവം എത്രത്തോളം നടപ്പിലാവുന്ന അവർ ചിന്തിച്ചിട്ടുണ്ട. ഇത് ഒരു മെഷീൻ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര അങ്ങോട്ട് മാറ്റി അടിക്കണം. ഈ സംഭവം ലിംഗം മാറ്റി അടിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ പേപ്പറിൻ്റെ ഒരു റോളിന് 10-12 രൂപ വരുന്നുണ്ട്. അതന്നെ മുതലാവണ്ടേ. ഒരു ദിവസം എത്ര റോള് വേണം? ഞങ്ങൾക്ക് തന്നെ വേണം 4 റോള് ഈ ലോക്കൽ വണ്ടി. പിന്നെ എറണാകുളം ടു ഗുരുവായൂർ പോണ വണ്ടികൾക്കാണെങ്കിൽ ഫ്രീ എന്ന് പറയുമ്പോൾ 100 രൂപ 150 രൂപ ബസ് ഫെയർ പറഞ്ഞെടുത്ത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ എങ്ങനെ നടക്കും? അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു മണ്ടത്തരം തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. മണ്ടത്തരമല്ല, അവർ നടപ്പിലാക്കണ നല്ല കാര്യമായിരിക്കും. ഭയങ്കര രീതിയിൽ ബാധിക്കും. കാരണം വർഷം ടെസ്റ്റ് ചെയ്യണം, ഇൻഷുറൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. 2 മാസം കൂടുമ്പോൾ ടാക്സ് വരുന്നുണ്ട്. ഇതൊക്കെ മുതലാളിമാരാണ്. ഇതിനിപ്പോൾ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവരായിട്ട് സംസാരിച്ച് അവരായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലാണ്ട് ഇതിനെതിരെ എന്തെങ്കിലും സമരമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ അവരൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളായിട്ടൊന്നും എടുത്തിട്ടില്ല. എൻ്റെ ഒരു അഭിജിത്ത്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് അവർ പറഞ്ഞ വാഗ്ദാനം എന്ന് പറയുന്നത് KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര പറയുന്നുണ്ട്. അപ്പോൾ അത് സൗജന്യ യാത്ര പറയുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ജീവനക്കാർക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് നഷ്ടം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഇടിവ് എത്രത്തോളം സാധ്യതയുണ്ട്? സാമ്പത്തിക ഇടിവെന്ന് പറയാനായിട്ടില്ല. നമ്മ സ്വകാര്യ ബസ് ആശ്രയിച്ച് പോകുന്ന ആൾക്കാർ സ്വകാര്യ ബസ്സിൽ കയറും, KSRTC ആശ്രയിച്ച് പോകുന്ന ആൾക്കാർ KSRTC കയറും. അല്ല, അപ്പോൾ ഇത് ഞാൻ കുറേ അധികം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് പറഞ്ഞാൽ 70% അല്ലെങ്കിൽ 80% യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ സ്വകാര്യ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇപ്പം അതേ സമയം തന്നെ KSRTCയിൽ സൗജന്യം പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ടും KSRTC എന്ന കൺവേർട്ട് ആവില്ല, അവർ ഓട്ടോമാറ്റിക് KSRTCയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വകാര്യ വന്നിരുന്ന സ്ത്രീകളെല്ലാം KSRTCയിലേക്ക് മാറും. അത് നിങ്ങളെ സാമ്പത്തികമായിട്ട് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ബാധിക്കൂലെന്നല്ല, അതിപ്പോ നമ്മ എന്തും തുടങ്ങിക്കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ ബസ് ആശ്രയിച്ച് പോകുന്ന ആൾക്കാരെന്നും സ്വകാര്യ ബസ് ആശ്രയിച്ച് പോകും. ഇപ്പൊ ഈ സ്ത്രീകളായാലും എന്തായാലും അതല്ല KSRTCയിൽ കയറുന്ന ആൾക്കാർ KSRTC കയറും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. KSRTCയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റൂല, എപ്പോ വേണമെങ്കിലും വഴിയിൽ വീഴാം. ഇവിടുത്തെ KSRTCയുടെ സിസ്റ്റം അറിയാൻ പറ്റൂല. ഇപ്പൊ സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ സ്വകാര്യ ബസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണ കാരണം അതിനെ ആശ്രയിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും. കറക്റ്റായിട്ട് ജോലിക്കായാലും ഇപ്പോൾ കോളേജിലായാലും ഇതിൽ പഠിക്കാനായിട്ട് പോണ പിള്ളേർക്കായാലും അതാണ് നമുക്ക് കൂടുതലും ഇത് തന്നെ. അപ്പോൾ അവർ കൂടുതലും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇതിനകത്ത് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു ഇതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പാർട്ടി അനുഭാവി എന്തെങ്കിലും ആണോ? ഞാൻ പാർട്ടി അനുഭാവിയൊന്നല്ല, എൻ്റെ വീട്ടുകാരൊക്കെ UDF ആണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലായിട്ടെങ്കിലും എനിക്ക് സംസാരം കേട്ടിട്ട് UDF ചോയുള്ള ഒരാളുടെ സംസാരം പോലെ തോന്നുന്നു. അതില്ല, എൻ്റെ അപ്പൻ കറ തീർത്ത UDF കാരനാണ്. ആ രീതിയിൽ അപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് ചേട്ടൻ മാത്രമാണ് ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും സാമ്പത്തികമായിട്ട് ഭയങ്കര രീതിയിൽ ഇടി വരാൻ ചാൻസുണ്ട്, ഇത് നടക്കാൻ സാധ്യതയല്ല, അല്ലെങ്കിൽ ഏറിപ്പോയാൽ കുറച്ച് മാസങ്ങൾ നടക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നടക്കാൻ സാധ്യത, അല്ലെങ്കിൽ തന്നെ KSRTC നഷ്ടത്തിലാണ്. ഇതിപ്പോ KSRTCയുടെ ഇപ്പം ഇങ്ങനെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇതിന് മാത്രം ഒരിക്കലുള്ളൂ, ഓർഡിനറി അങ്ങനെ ആ ഒരു ഇതിനായിരിക്കുള്ളൂ ഇങ്ങനെ ഇത് വന്നത്. ദീർഘദൂര സർവീസിന് യാതൊരു കാരണവശാലും ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഇല്ല.
അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നല്ലൊരു നഷ്ടമായിരിക്കുള്ളൂ KSRTCക്ക്. ദീർഘദൂര സർവീസിൽ എന്തായാലും ഈ സൗജന്യം വരാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഡീസലിന് പെട്രോളിന് വില കൂടാൻ പോവാണ്. അതേപോലെ തന്നെ വർഷം ടെസ്റ്റ് ചെയ്യണം, ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം. അപ്പൊ ഇതൊക്കെ മുതലാളിമാർക്ക് അതൊക്കെ ഒന്ന് ബേഡൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുമോ? അപ്പോൾ നിങ്ങളെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാലറി തന്നെ അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ പല വണ്ടികളും പൂട്ടിപ്പോവും അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ ഈ പുതിയ സർക്കാർ ഇപ്പൊ അധികാരത്തിന് കയറുന്നതിനെ കൊണ്ട് ഇപ്പൊ നമുക്ക് ക്ഷേമനിധിയുടെ ഒരു ഇതുണ്ടായിരുന്നു. ക്ഷേമനിധി ഇപ്പൊ എന്തായാലും അത് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റൂല. ടാക്സ് അടക്കണേന് ഇപ്പൊ ക്ഷേമനിധിയുടെ ഇത് മാറ്റി തന്നിട്ടുണ്ട്. അതൊരു ഇപ്പൊ ഈ ബസ്സിന്റെ ഒരു ഇതിലായാലും വേറെ ടാക്സി പ്രസ്ഥാനങ്ങളിലായാലും നമുക്കതൊരു നല്ലൊരു കാര്യമാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അമിതമായിട്ട് ഇത് പെൻഡിങ് ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ചിലൊരു വണ്ടി അത് കാരണം കയറ്റിടേണ്ടി വന്നിട്ടുണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ്. ഇപ്പൊ കയറ്റിടാൻ എന്തായാലും അങ്ങനെ ഒരു ഇതില്ല. എന്തായാലും അതിനൊരു ശാശ്വത പരിഹാരം കാണും. കാരണം ഈ ഇവരെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC നല്ല രീതിയിൽ പോകണം, പ്രൈവറ്റ് ബസ്സും നല്ല സ്വകാര്യ ബസ്സും ഇതിൽ പോകണമെന്നുള്ള ഒരു ഇതായിരിക്കുള്ളൂ. അല്ലാണ്ട് ഒരു വിഭാഗം നശിച്ചടിയിലേക്ക് പോകണം, ഒരു വിഭാഗം ഉയർന്നു വരണം, അങ്ങനെ എന്തായാലും ഇവര് ഉണ്ടാക്കൂല. അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്, അല്ലാണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതിലല്ല. ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അവർ ഒരു പ്രകടന പത്രികയിൽ ഉന്നയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ KSRTC യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 3 മാസം മുമ്പ് ടാക്സ് അടിച്ച് പോകുന്ന വണ്ടികളാണല്ലോ. ഒരുപാട് ഇപ്പോൾ സ്ത്രീകളിൽ നിന്നുള്ള 100-80% സ്ത്രീകളാണ് യാത്രക്കാരായിട്ട് സ്ത്രീകളാണ് ഉള്ളത്. അതുകൊണ്ട് KSRTC എങ്ങനെ തുടങ്ങുമ്പോൾ പ്രൈവറ്റ് മേഖല മൊത്തത്തിലൊരു അവതാളത്തിലേക്ക് പോകുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ വരുമാനം മൊത്തത്തിൽ താഴാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കഞ്ഞുമൂടി മുട്ടിച്ചിട്ടല്ലല്ലോ ഇങ്ങനത്തെ രീതിയിൽ വാഗ്ദാനം കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏകദേശം 80% യാത്രക്കാർ സ്ത്രീകളാണെന്നാണ് തോന്നുന്നത്. ബസ്സിൽ കൂടുതൽ ആൾക്കാർ സ്ത്രീകളാണ് കയറുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് സൗജന്യ യാത്ര കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണോ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെതായിട്ട് ചെയ്താകുന്നൊരു ഇതാണല്ലോ അത്. കാരണം ഇലക്ഷൻ്റെ അങ്ങനെ അധികാരം പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ വേണ്ടി ചെയ്താകുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ KSRTC എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംശയമുള്ള കേസാണ്. അതും പ്രായോഗികമായിട്ടൊക്കെ തോന്നുന്നില്ല. സൗജന്യ യാത്ര കൊടുക്കുന്നതും പ്രായോഗികമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെ കൊടുത്താൽ തന്നെ സ്വകാര്യ നിങ്ങളെ പോലെയുള്ള ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും സാമ്പത്തിക ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. KSRTC സ്ത്രീകളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പരമാവധി KSRTC ഇതാക്കാനുള്ള നോക്കുകയുള്ളൂ, KSRTC സഞ്ചരിക്കാൻ നോക്കുള്ളൂ. കാരണം പ്രൈവറ്റ് ബസ്സിലാകുമ്പോൾ പൈസ കൊടുക്കണം, അതിനകത്ത് ഫ്രീ ആയിട്ട് പോവാം. ആ രീതിയിൽ വരുമ്പോൾ എന്തായാലും സ്ത്രീകൾ KSRTC തന്നെ ആശ്രയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? അതെ, ഇപ്പോൾ വരാൻ പോണ ഗവൺമെൻറ്റാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചേക്കണത്. അതിപ്പോൾ നമ്മളോട് എന്താ പറയാനുള്ളത് ഒന്ന് പറയാം. കാരണം അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കൊടുത്ത വാഗ്ദാനമാണല്ലോ. അപ്പോൾ അതാന്നൊരു കമ്പനി അവർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ദുരിതത്തിലാവുന്നുള്ളതാണ്, പ്രൈവറ്റ് മേഖല ദുരിതത്തിലാവുന്നുള്ളതാണ്. ബെന്നി. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അധികാരത്തിൽ വന്ന ശേഷം വാഗ്ദാനം എന്ന് പറഞ്ഞാൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞു. അപ്പം നിങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടിവ് സംഭവിക്കാൻ സാധ്യതയില്ലേ? എന്താ പറയാനുള്ളത്? നമുക്കറിയില്ല, മുതലാളിമാർ എന്തോ പ്രതിഷേധത്തിലേക്ക് പോകണമെന്നാണ് പറയണത്. അല്ല, നിങ്ങൾ ബസ്സിൽ സ്ത്രീകൾ ഭൂരിപക്ഷം വരുന്ന 80% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. പുരുഷന്മാരൊക്കെ കൂടുതൽ സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വരുമാനം കുറയും, നിങ്ങളുടെ ഡെയിലി വേജസ് അല്ലെങ്കിൽ സാലറി ബേസിലൊക്കെ കഴിയുന്നുണ്ടാവുക. അപ്പോൾ അത് കുറയാൻ സാധ്യതയില്ലേ? കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഗവൺമെന്റിന് എന്ത് പറ്റി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊന്നും ഇപ്പൊ അറിയില്ല, ഇനി നിയമങ്ങള് നടപ്പിലായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉള്ളു. ഇങ്ങനത്തെ നിയമം നടപ്പാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സൗജന്യമായിട്ട് ഇതായാലും നമ്മ ഒരു പ്രസ്ഥാനമായിട്ട് കൊണ്ട് നടക്കണല്ലേ. അപ്പൊ KSRTC സൗജന്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മുടെ ഇത് എന്തായാലും ഒരു പ്രസ്ഥാനം ഇല്ലാണ്ടായി പോകും.
അത് ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് പറയണത്. വരുമാനം എന്തായാലും കുറയാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറയും. അപ്പൊ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയുന്നത്? നല്ലൊരു തീരുമാനം എടുക്കാൻ പറയണം. ഇതൊരു തെറ്റായ തീരുമാനമാണെന്ന് ചോദിച്ചു. തെറ്റാണല്ല, നമുക്കിപ്പോൾ അത് പറയാൻ പറ്റൂല. ഇപ്പം ഒരു വാഗ്ദാനം നൽകി, അത് എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. പേരെന്തായിരുന്നു? എൻ്റെ രാഹുൽ.